വൃക്ഷചികിത്സയിലൂടെ പുനർജീവിച്ച ആളൂരിലെ മുത്തശ്ശിമാവ് ഇക്കൊല്ലം നിറഞ്ഞു കായ്ച്ചു. ആളൂർ ജംഗ്ഷനു സമീപം നിൽക്കുന്ന നൂറ്റാണ്ടോളം പ്രായമുള്ള നാട്ടുമാവിലാണ് മാമ്പഴം നിറഞ്ഞു കവിഞ്ഞത്. പോട്ട മൂന്നുപീടിക സംസ്ഥാന പാതയോരത്ത് ആളൂർ ജംഗ്ഷനിൽ നിൽക്കുന്ന നാട്ടുമാവുകളിൽ ഒന്നിനെയാണ് 3 വർഷം മുമ്പ് അജ്ഞാതർ തീയിട്ട് നശിപ്പിക്കാൻ നോക്കിയത്. ശിഖരങ്ങൾ വെട്ടിനീക്കുകയും ചുവട്ടിൽ വൈക്കോൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് മാവിന്റെ തൊലി പൂർണ്ണമായും പൊള്ളലേറ്റ് നശിച്ചു. ആളൂർ പഞ്ചായത്ത് ജൈവപരിപാലന സമിതി കൺവീനർ PK കിട്ടൻ, മാവ് സംരക്ഷകൻ M മോഹൻദാസ് തുടങ്ങിയവർ ഇടപെട്ട് ഈ മുത്തശ്ശിമാവിനെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തി. കോട്ടയം സ്വദേശിയും വനമിത്ര പുരസ്കാര ജേതാവുമായ ബിനു സ്ഥലത്തെത്തി ആയുർവേദ വൃക്ഷചികിത്സ നടത്തിയതിനെ തുടർന്നാണ് മാവ് ആരോഗ്യം വീണ്ടെടുത്തത്. വൃക്ഷ ആയുർവേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം 3 തരത്തിലുള്ള മണ്ണ്, നാടൻ പശുവിന്റെ പാൽ, നെയ്യ്, ചാണകം, എള്ള്, കദളിപ്പഴം തുടങ്ങിയ 14 ഇനങ്ങൾ കുഴച്ചു ചേർത്തുണ്ടാക്കിയ മിശ്രിതം മാവിന്റെ തടിയിൽ തേച്ചു പിടിപ്പിച്ചാണ് ചികിത്സ നടത്തിയത്. പൊള്ളൽ കൂടുതലേറ്റ ഭാഗത്ത് എള്ള്, ഉഴുന്ന്, രാമച്ചം, അരിപ്പൊടി എന്നിവയിൽ നാടൻ പശുവിന്റെ പാൽ ചേർത്തുണ്ടാക്കിയ കുഴമ്പുകൊണ്ടുള്ള തരു ചികിത്സയും നടത്തി. പൊള്ളലേറ്റ് ഉണങ്ങിപ്പോകുമായിരുന്ന മാവ് മുത്തശ്ശി ക്രമേണ ആരോഗ്യം വീണ്ടെടുക്കുകയും പിറ്റേ വർഷം തന്നെ നിറഞ്ഞു പൂക്കുകയും ചെയ്തു. മാവിന്റെ കടഭാഗത്തുള്ള തടിയിൽ പൊള്ളലേറ്റ അടയാളങ്ങൾ ദൃശ്യമാണെങ്കിലും അതിജീവനത്തിലൂടെ വഴിയാത്രക്കാർക്ക് തണലും മാമ്പഴത്തിന്റെ മാധുര്യവും നൽകി ആളൂരിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ് ഈ വൃക്ഷമുത്തശ്ശി. TCV ന്യൂസ്, കൊടകര.